ഇന്ന് രാവിലെ മുതൽ ഓഫീസിലെ സ്റ്റാഫുകൾക്കിടയിൽ ഒരു മുറുമുറുപ്പ്. സാലറി കിട്ടിയില്ലെന്ന്. ചിലപ്പോൾ ബാങ്കിന്റെ സെർവറിന്റെ കംപ്ലൈന്റ് ആണെന്ന് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ബാങ്കിൽ ചെന്നപ്പോഴും അറിഞ്ഞത് എമൗണ്ട് ബാങ്കിൽ എത്തിയിട്ടില്ല. എത്തിയില്ലേ? അതെന്താ? അല്ല, സനീഷേട്ടനുമായിട്ട് ഇതിനെന്താ ബന്ധം? സനീഷ് സാലറി എമൗണ്ട് ബാങ്കിൽ ഇട്ടിട്ടില്ല. ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്തപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത്. ഇതിപ്പോ അമ്മാവനറിഞ്ഞാൽ ആകെ കുഴപ്പമാവും. ഞാൻ ഈ കേട്ടത് സത്യമാണോ? അങ്ങനെങ്കിൽ തൽക്കാലം ഇത് അച്ഛൻ അറിയാതെ നോക്കണം. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അമ്മാവനും ഞാനും കൂടിയാ അക്കൗണ്ട്സ് ഒക്കെ നോക്കുന്നത്. ദീപോട്ടനും കൂടെ ഉണ്ടല്ലോ. അപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ഇക്കാര്യം മറച്ചു വെക്കണം. ഞാൻ സനീഷേട്ടനെ വിളിച്ച് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം. ചോദിക്കാനൊന്നുമില്ല. അവൻ ബാങ്കിലേക്ക് പോയെന്നല്ലാതെ കാശ് ഇട്ടിട്ടില്ല. സ്റ്റാഫ്സിന്റെ സാലറി വെച്ച് അവൻ കളിച്ചിരിക്കുന്നത്. ഇതുവരെ സാലറി കാര്യത്തിൽ അമ്മാവൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. എന്തായാലും ഞാനൊന്ന് സനീഷേട്ടനെ വിളിക്കട്ടെ. കാര്യം എന്താണെന്ന് അറിയാതെ സനീഷേട്ടനെ കള്ളനും കൂടി ആക്കിയ പുള്ളിക്കത് സഹിക്കില്ല. ഒന്നാമത് സ്വത്തുക്കളെല്ലാം ദീപുവിന്റെ പേരിൽ എഴുതിയതുകൊണ്ട് സനീഷേട്ടൻ ആകെ തകർന്നു നിൽക്കുക. ഇനി കള്ളനാക്കി അപമാനിക്കും കൂടി ചെയ്ത പുള്ളിക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ദീപുവിനെ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഉറപ്പായിട്ടും അവനെ കാശ് മാറ്റിയതാ. കാശിനോട് അവന് വല്ലാത്ത ആർത്തിയാ. ഞാനത് നിന്നോട് പറഞ്ഞില്ലേ അവൻ ശരിയല്ലെന്ന്. ആ വസുതയോടും അവൻ ഇത് തന്നെ ചെയ്യും. അവളുടെ പണം മുഴുവൻ കൈക്കലാക്കിയില്ലേ. അവൻ എന്തോ പ്ലാനുണ്ട്. എനിക്കറിയില്ല ദീപുട്ടാ, എന്നോട് തുറന്നൊന്നും സംസാരിക്കാറില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായി എനിക്കും തോന്നിയിട്ടുണ്ട്. നീ അവനോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് ശ്രമിക്കാം. അതിന് സംസാരിക്കാൻ പോലും കൂട്ടാക്കാറില്ല. പിന്നെയാ ഡീറ്റെയിൽ ആയി കിട്ടുന്നത്. ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് ഞാൻ എന്തായാലും ചോദിക്കാം. ദൈവമേ, അതുവരെ അച്ഛൻ അറിയാതിരുന്ന മതിയായിരുന്നു. ഞാൻ മാക്സിമം ശ്രമിക്കാം. ഇനി സ്റ്റാഫുകൾ ആരെങ്കിലും അമ്മാനെ വിളിച്ചാലേ പ്രശ്നമുള്ളൂ. സാരമില്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. നീ വിഷമിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്തോളാം. പിന്നെ ഈ കാര്യം വീട്ടിനുള്ളിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വരാൻ പറഞ്ഞത്. ആ ഹലോ ശബരീഷ്. ആ പറയൂ. ഇല്ല, സാലറിക്ക് പ്രോബ്ലം ഒന്നുമില്ല. അത് ബാങ്കിന്റെ സെർവർ കംപ്ലൈന്റാ. ഡോണ്ട് വറി, ഈവനിങ്ങിനുള്ളിൽ ക്രെഡിറ്റ് ആയിക്കോളും. സ്റ്റാഫുകളെല്ലാം വിളിച്ചു തുടങ്ങി. ഞാൻ നോക്കട്ടെ കുറച്ച് എമൗണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ വിചാരിച്ച എമൗണ്ട് ലോൺ കിട്ടുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ചേ പറ്റൂ. അല്ലാതെ വീടിന്റെ ബാക്കി പണി തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്ത് ചെയ്യാനാ നിങ്ങളുടെ പ്ലാൻ? അറിയില്ലമ്മേ, ഇനി എവിടെ നിന്ന് കിട്ടാനൊന്നുമില്ല. ലോൺ പറഞ്ഞ തുക തന്നെ പാസ്സായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രയാസമില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്താ ഒരു മാർക്കമൊന്ന് ഒരെത്തും പിടിയില്ല. ജാനകിയമ്മ ഒന്ന് മനസ്സ് വെച്ചാൽ എല്ലാം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ മകളുടെ കൂടെ വീടല്ലേ, പണി തീർത്ത് കയറി താമസിക്കാനല്ലേ അവരീ സാഹസപ്പെടുന്ന മുഴുവനും. നിങ്ങൾക്കൊരു കടമയില്ലേ ജാനകിയമ്മേ?
നിങ്ങൾ വിചാരിച്ച എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയും. ഒരു മകളോടുള്ള എന്റെ കടമകളെല്ലാം നല്ല വെടിപ്പായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇവളെ ഞാൻ ഇങ്ങോട്ട് അയച്ചത്. അതും പോരാഞ്ഞിട്ട് വീടിന്റെ പണി ആരംഭിക്കുമ്പോ ആ പേരും പറഞ്ഞ് ലക്ഷങ്ങളായി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് നിമിഷയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷേ ആ തുകയെല്ലാം നിങ്ങൾ അനാവശ്യമായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേട്ടല്ലോ മോനെ, ഭാര്യ വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ കണക്ക് പറയുന്നത്. അതിനിപ്പോ ബാക്കി ചെയ്താലും വെറുതെ ആയില്ലേടാ. ഒന്ന് നിർത്തമ്മേ. അവർക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. വെറുതെ ഉള്ള സമാധാനങ്ങളല്ലേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തെങ്കിലും ഒരു വഴി കാണാൻ പറ്റുമായിരിക്കും. ഇനി പെട്ടെന്ന് വേറെ എന്ത് വഴിയാ നീ കാണുന്നത്? നമ്മുടെ ബാക്കി എല്ലാ സ്വർണവും ബാങ്കിൽ പണയത്തിലല്ലേ? അല്ലെങ്കിൽ അതെടുത്ത് മറിക്കായിരുന്നു. ആ തൽക്കാലം ജാനകിയമ്മയുടെ ദേഹത്ത് ഇഷ്ടംപോലെ സ്വർണം കാണുന്നുണ്ടല്ലോ. എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ അതെടുത്ത് പണയം വെക്കാൻ നോക്ക്. സ്വന്തം മോളുടെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ? പെട്ടെന്ന് പണി തീർത്ത് കയറി താമസിക്കാനുള്ളതല്ലേ? പക്ഷേ അമ്മ പറഞ്ഞതിന്റെ കാര്യമുണ്ട്. മക്കൾക്ക് വേണ്ടിയല്ലേ? നിന്റെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്. അമ്മേ, തൽക്കാലം എന്തെങ്കിലും കുറച്ച് പണയം വെക്കാനായിട്ട്. അത് നടക്കില്ല മോളെ. നിനക്ക് തരാന്ന് പറഞ്ഞതിലും അധികവും തന്നാ വിട്ടത്. ഇനി മറ്റെന്തെങ്കിലും വഴി നോക്കിക്കോണം. എന്റെ സ്വർണം തരാൻ പറ്റില്ല. ഞാൻ ഈ വീടിന്റെ പണി തീർക്കണം എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി താമസിക്കാൻ വേണ്ടിയാ. നിന്റെ അമ്മ അവിടെ തന്നെയല്ലേ താമസിക്കുക? പിന്നെന്താ നിഷേ, അമ്മയ്ക്കൊരു സഹായം ചെയ്താല്? സ്വന്തം വീട്ടിൽ നിന്ന് മകനിറക്കി വിട്ടപ്പോ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് നാളെ ഒരു ആവശ്യം വന്നാ ഓടിയെത്തേണ്ട ആളാ അത്. അമ്മ അത് മറക്കരുത്. അതിനൊന്നുമില്ലേ. ഇവിടെ നിൽക്കുമ്പോ ഇവിടുത്തെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിൽക്കണം, അത്ര തന്നെ. എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ 3 നേരം എനിക്ക് ഭക്ഷണം തന്നതിന്റെ കണക്കാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഭക്ഷണം തരുന്നതിന്റെ കണക്കാണെന്ന് ആര് പറഞ്ഞു? ഇതൊക്കെ ഒരു കുടുംബത്തിൽ നിൽക്കുമ്പോൾ ഉള്ള കടമയല്ലേ ജാനകിയമ്മേ? ഒരുപാട് പറയണമെന്നില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന്. ഞാൻ പോവാ. നിങ്ങളുടെയൊക്കെ ഈ അപമാനവും സഹിച്ച് ഇനി ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ ഈ ജാനകിയെ കിട്ടില്ല. അമ്മേ, മാറടി. എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ നീ ഇവളുടെ പിന്നാലെ നടക്കുന്നേ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് അളിയനൊന്ന് നേരി കണ്ട് സംസാരിക്കാൻ. നീ എന്നോടൊന്നും പറയണ്ട. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ അളിയൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് കാട് കയറണ്ട. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഓഫീസിലെ സാലറി എമൗണ്ട് അമ്മ നിങ്ങളെ ഏൽപ്പിച്ചത്. അത് ഇതുവരെ ബാങ്കിൽ എത്തിയിട്ടില്ലല്ലോ. ഇവന്റെ ഒപ്പം നടന്ന് എന്നെ ഇൻസൾട്ട് ചെയ്ത് മതിയെങ്കിൽ കേറി പോടയാത്ത്. വെറുതെ ഒച്ച എടുക്കണ്ട സനീഷേട്ടാ. ദീപോട്ടും ചോദിച്ചതിന് മറുപടി പറയും. നിങ്ങളുടെ കള്ളത്തരങ്ങൾ മറയ്ക്കാൻ എന്നോട് വേറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ? കൊള്ളാലോ. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാളിയാ.
സാലറി എമൗണ്ട് എന്ത് ചെയ്തു? നിനക്ക് നാണുണ്ടടാ വേറൊരുത്തന്റെ ഭാര്യയും കൊണ്ട് കറങ്ങാൻ? ഓഫീസിലെ കാര്യങ്ങൾ നോക്കേണ്ട സമയത്ത് എവളുടെ പിന്നാലാണോ കറങ്ങി നടക്കുന്നത്? അമ്മാവൻ എന്തായാലും പറ്റിയ മരുമനെ തന്നെയാ കിട്ടിയിരിക്കുന്നത്. വിഷയത്തിൽ നിന്ന് മാറിപ്പോവാൻ നീ ശ്രമിക്കണ്ട. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഞാൻ പോവില്ല. വെറുതെ കിടന്ന് ഉരുണ്ട് കളിക്കാതെ കാശ് എവിടെയാണെന്ന് പറ സനീഷേട്ടാ. ഇവളുടെ കണ്ണീരും വിഷമവും കണ്ട് ഞാൻ ഒരു വിധത്തിൽ അമ്മാവൻ അറിയാതെ ഈ കാര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു. നാളെ അമ്മാവൻ ബാങ്കിലോട്ട് പോകുന്നുണ്ട്. അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതിനു മുൻപ് ആ കാശ് ബാങ്കിലിട്ട് പ്രശ്നം സോൾവ് ആക്കി നിനക്ക് നല്ലത്. ഇല്ലെങ്കിലേ ഇത് ഇവിടെ കൊണ്ടും തീരില്ല. ഞാൻ എന്തായാലും നിന്റെ അമ്മാവനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. മോളും മരുമോനും കൂടി എനിക്കുണ്ടാക്കുന്ന തലവേദനയെ പറ്റി പുള്ളിക്ക് എന്താ പറയാനുള്ളത് നോക്കണമല്ലോ. അളിയാ, വെറുതെ അതും ഇതും പറഞ്ഞ സമയം കളയരുത്. ക്യാഷ് നാളെ കിട്ടണം. ഇല്ലെങ്കിലേ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. എനിക്കും അത് തന്നെ പറയാനുള്ളത്. എന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണിച്ച് നിന്റെ പേരിൽ ഞാനൊരു പരാതി കൊടുക്കാൻ പോവാ. സനീഷേട്ടാ, അഭിനയിച്ചത് മതി. കാര്യത്തിലേക്ക് വാ. എന്ത് കാര്യം? ഇത്ര നേരം പിന്നെ ഞാനെന്താ പറഞ്ഞേ? അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ആ പിന്നെ കാശിന്റെ കാര്യമില്ല നിനക്കറിയണ്ടേ? എങ്കിൽ അത് പറയേണ്ടത് പറഞ്ഞോളാം. ആ ഞാൻ പോവാ. ശരി ചേച്ചി, ഞാൻ വിളിക്കാം. ചേച്ചി പറഞ്ഞതുപോലെ അമ്മ നേരെ ഇങ്ങോട്ട് തന്നെ വരുന്നത്. ശരി ചേച്ചി, ഞാൻ വെക്കട്ടെ. മോളെ, അല്ല, അമ്മ എന്താ ഈ നേരത്ത് പതിവില്ലാതെ? എനിക്കെന്താ നിന്റെ അടുത്തേക്ക് വരാൻ പതിവ് നോക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നുമല്ല അമ്മേ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ, അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. എനിക്കേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? അമ്മ എന്താ ബാഗൊക്കെ ആയിട്ട്? ഓ മോളെ, ഞാൻ കുറച്ചു ദിവസമായിട്ട് നിമിഷയുടെ വീട്ടിലായിരുന്നു. സത്യത്തിൽ ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നതാ മോളെ. ഇറങ്ങി പോരാനോ? അതിനു മാത്രം എന്താ സംഭവിച്ചേ? അവളുടെ ആ തള്ളയില്ലേ, അവരെനിക്ക് ഈ നിമിഷം വരെ സ്വസ്ഥത തന്നിട്ടില്ല. അവിടുത്തെ ജോലിക്കാരിയെ പോലെയാ മോളെ അവരെന്നെ കണക്കാക്കിയത്. നേരം വെളുത്ത് അന്ത്യാവുന്നത് വരെ അവിടുത്തെ എല്ലാ ജോലിയും ഞാൻ ചെയ്യണം. അവർക്കുള്ള ഭക്ഷണം പാകം ചെയ്യണം. അതും പോരാഞ്ഞേ വീടിന്റെ പണിക്ക് പൈസ കൊണ്ടുവരാനെന്നും പറഞ്ഞ് എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കുക. എനിക്ക് വയ്യ അവരുടെ ആട്ടുതുപ്പം കേൾക്കാനായിട്ട്. ഞാനിങ്ങി പോകുന്നതാ. ഇനി മുതൽ ഞാനേ ഇവിടെയാ നിൽക്കുന്നെ. ഇവിടെയോ? ആ, അമ്മ എന്താ ഈ പറയുന്നേ? അതിനു മാത്രം പ്രശ്നം എന്താ അവിടെ ഉണ്ടായത്? അവിടെ സഹദേവേട്ടൻ ഇല്ലായിരുന്നോ? ഇതൊക്കെ കേട്ടിട്ടും ഏട്ടനൊന്നും പറഞ്ഞില്ലേ? അവനോ? അവന്റെ കാര്യം പറയാൻ പറ്റില്ല മോളെ. പൈസ കൊണ്ടുവരാതെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് അവൻ എന്നോട് പറഞ്ഞു. അവസാനം എന്റെ സ്വർണം കൊടുത്ത് സഹായിക്കാൻ ആ തള്ള നിർദ്ദേശിച്ചു. അവൻ ആ തള്ള പറയുന്നതേ കേക്കൂ. എനിക്കിതൊന്നും ഉൾക്കൊള്ളാനേ പറ്റുന്നില്ലല്ലോ. ചേച്ചി ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതെ നിന്നാണോ അമ്മ പറയുന്നത്? അതേ മോളെ, നിമിഷ ഇപ്പൊ പഴയ നിമിഷമൊന്നും അല്ല. ആരെ കൊന്നിട്ടായാലും അവൾക്ക് പൈസ പൈസ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ആ വസുതയുടെ സ്വത്ത് മുഴുവൻ വിറ്റ് എത്ര രൂപ കൊടുത്തതാ അവൾക്ക് വീട് പണിയാനായിട്ട്. അതിന്റെ ഒരു നന്ദി അവനോ അവന്റെ ആൾക്കാർക്കോ ഇല്ല. എന്തിന് ഈ പറയുന്ന എന്റെ മോൾക്ക് പോലും ഇല്ല. നീ എന്താ ആലോചിക്കുന്നേ? എന്നാലും
എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാതെ പിന്നെ ഞാൻ കള്ളം പറയുന്നതാണെന്നാണോ? എനിക്കെന്താ തലയ്ക്ക് ഓളമാണ് ഈ പൊരിഞ്ഞ വെയിലത്തെ ഇത്രയും ദൂരം വന്ന് നിന്നോട് ഇതൊക്കെ പറയാൻ? ഏതായാലും ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അത് ഞാൻ ഉറപ്പിച്ചു. എങ്ങോട്ടെങ്കിലും പോകുന്നതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും ഞാൻ എടുക്കാം. അമ്മ ബാഗൊക്കെ എടുത്ത് അകത്തേക്ക് വെക്ക്. ഇനി ഏതായാലും ഒറ്റയ്ക്ക് പോകണ്ട. സജീവട്ടൻ വരട്ടെ. സമയം പോലെ അമ്മയെ വീട്ടിൽ കൊണ്ടാക്കിക്കോളാം. സജീവട്ടൻ ഇപ്പൊ എത്തും. എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. തൽക്കാലം ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല. അതെന്താ, വീട്ടിൽ നിന്ന് പിണങ്ങി വന്നതാണോ ചേച്ചിയുടെ അടുത്തേക്ക്? നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും നിങ്ങളെ 3 പേരെയും പ്രസവിച്ച തള്ളയാ ഞാൻ. കാര്യങ്ങളൊക്കെ 3 പേരും അപ്പപ്പോ അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടേ ഇനി ഞാനായിട്ട് പുതിയതായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതും എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ എന്താ ഈ പറയുന്നേ? ഞാനൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. മതിയടി മോളെ, ഒരുപാട് അഭിനയിച്ച് നീ കഷ്ടപ്പെടണ്ട. വെറുതെ അതും ഇതും വിളിച്ചു പറയാതെ അമ്മ അകത്തേക്ക് കയറി വരാൻ നോക്ക്. ഈശ്വര, ആകെ പ്രശ്നമായല്ലോ. പോണോ വേണ്ടയോ? ഇവിടുന്ന് പോയാ വീട്ടിലോട്ട് തന്നെ പോണം. അങ്ങോട്ട് തിരിച്ചു കയറി ചെന്ന ഒരു വിലയില്ലാതാവും. അമ്മേ, കണ്ണുകൊത്തി കളിച്ചപ്പോ ചേച്ചി കണ്ണോട് നോക്കി എന്നെ കണ്ടുപിടിച്ചു. അയ്യോ, ഞാൻ നോക്കിയില്ല അമ്മേ, സത്യം. അമ്മ കണ്ണുകൊത്തിക്കോ, ഞാനും ചേച്ചിയോ കളിക്കാം. അമ്മ കണ്ണടിച്ചേ നോക്കട്ടെ. വേണ്ട മോനെ, അമ്മ കളിക്കുന്നില്ല. നിങ്ങൾ മക്കള് കളിച്ചാ മതി. വാ അമ്മേ, വാ വാ അമ്മേ, വാ വാ. സച്ചൂട്ടാ, വിട് സച്ചൂട്ടാ. വാ അമ്മേ, പറഞ്ഞ കേക്ക്. സച്ചൂട്ടാ, വിട് സച്ചൂട്ടാ, മിണ്ടാതിരിക്കും. സച്ചുവിന്റെ കൈ വിട്, വാശി പിടിക്കാതെ. എന്താ അമ്മയും മക്കളുമായിട്ട് ഒരു ബഹളം? അമ്മയോട് കളിക്കാൻ വരാൻ പറയ്, അമ്മ വരുന്നില്ല. ഒന്ന് വെറുതെ ഇരുന്നു സച്ചൂട്ടാ. വഴക്ക് മതിയാക്കുന്ന ആൾക്ക് അങ്കിൾ ഒരു സമ്മാനം തരും. ഏയ്. രണ്ടുപേരും കൂടെ വഴക്കിടാതെ പങ്കിട്ടോണം കേട്ടോ. ഏയ്, വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. അത് അമ്മയുടെ കൈ കൊടുക്ക്. അമ്മ പങ്കിട്ട് തരും. കൊടുക്ക്. എങ്ങനെയുണ്ട്? കാശിന്റെ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ സനീഷിന്റെ കള്ളത്തരം പുറത്താകുമോ? സനീഷ് അക്കൗണ്ട് ഇടാതെ മാറ്റിയ സാലറി എമൗണ്ട് ഇല്ലേ, അത് പ്രശ്നമായിരിക്കാം. നാളെ എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ കാശ് എന്നാളെ ഓഫീസിൽ ഉറപ്പായി എന്നെ തിരക്കും. വസുധയും കുഞ്ഞുങ്ങളും ഗിരിയുടെ വീട്ടിൽ തുടർന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? ബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കുവാൻ കാശിന്റെ കണക്ക് പുസ്തകം തുറക്കേണ്ടി വരുമോ? കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടെങ്കിലും അഥവാ നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നുകയാണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളുടെ കമൻറ്റുകൾക്ക് ഞങ്ങൾ വലിയ വില കൊടുക്കുന്നുണ്ട്. അതായത് അതിനനുസരിച്ച് കഥയുടെ ട്വിസ്റ്റുകളും ടേണുകളൊക്കെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ സീരിയലിൻ്റെ കംപ്ലീറ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ കമൻറ്റുകൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് താനും. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേ.